നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റിജുരാമൻ. നമ്മള് മഹാഭാരതം കഥയിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപപർവമായിട്ടുള്ള സംഭവപർവത്തിലെ കഥകളാണ് കഴിഞ്ഞ വീഡിയോ വരെ കേട്ടത്. ഈ ഒരു അധ്യായം മുതൽ, ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ ജതുഗ്രഹപർവം എന്ന് പറയുന്ന ഒരു ഉപാധ്യായത്തിലെ കഥകളാണ് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജതുഗ്രഹപർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജതുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കില്ലം, അരക്കില്ലത്തിനോട് ബന്ധപ്പെട്ട കഥകളാണ്. മഹാഭാരതം കഥകളെ കുറിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അറിവുകളുള്ളവർക്കൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ അരക്കില്ലം എന്ന് പറയുന്ന കൗരവരുടെ ചതി. അതിനെക്കുറിച്ചിട്ടുള്ള കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് പാണ്ഡവര് അതിഭയങ്കരമായിട്ടുള്ള പ്രശസ്തരാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. രാജ്യം വിപുലപ്പെടുത്തി, ഒരുപാട് ധനം രാജ്യത്തേക്ക് കൊണ്ടുവന്നു. പാണ്ഡവരെ കുറിച്ചിട്ട് ലോകരെല്ലാവരും സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അസ്ത്രവിദ്യയിലും ബാക്കിയുള്ള വിദ്യകളിലുമൊക്കെ ഇവർ അങ്ങേയറ്റം നിപുണരായിട്ട് മാറി. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴ് ധൃതരാഷ്ട്രർക്ക് ആദ്യമൊക്കെ സന്തോഷമായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇത് ഭയങ്കര വിഷമം തോന്നാൻ വേണ്ടി തുടങ്ങി. കാരണം തൻ്റെ മക്കളോടുള്ള അന്ധമായിട്ടുള്ള ഒരു സ്നേഹം, ആ സ്നേഹം കാരണം തൻ്റെ സഹോദര പുത്രന്മാരായിട്ടുള്ള പാണ്ഡുവിന്റെ മക്കളായിട്ടുള്ള പാണ്ഡവന്മാരോട് ഇദ്ദേഹം അറിയാതെ തന്നെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഈ പാണ്ഡവർ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് തന്നെയാണ് ധൃതരാഷ്ട്രരോട് പെരുമാറിയിട്ടുള്ളത്, വളരെ ബഹുമാനത്തോടു കൂടിയിട്ടും. പക്ഷെ എന്നാലും തൻ്റെ മക്കളെ കഴിഞ്ഞും ഉയർന്നു പോകുന്ന കണ്ടപ്പോഴ് ഇദ്ദേഹത്തിന് സഹിച്ചില്ല എന്നാണ്. പുത്രന്മാരോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം, അത് കാരണം ഈ പാണ്ഡവര് അദ്ദേഹത്തിന് ശത്രുക്കളെ പോലെ ആകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിഭയങ്കരമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശയക്കുഴപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവരെ കൂട്ടത്തിൽ നിർത്തി മുന്നോട്ട് പോകണോ, അത് ഒഴിവാക്കണോ, എന്തു വേണം? അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഉപദേശം ചോദിച്ചത്, നാട്ടിലെ രാജ്യത്ത് ഇഷ്ടം പോലെ ധർമ്മിഷ്ഠരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ആരുടെ ഉപദേശം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിന്നില്ല. പകരം വിളിച്ചത് തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കണികൻ എന്ന് പറയുന്ന അധർമ്മശാസ്ത്രത്തിൽ അഗ്രഗണ്യനായിട്ടുള്ള ദുഷ്ടാത്മാവായിട്ടുള്ള കണികന്റെ ഉപദേശമാണ് തേടിയത്. അപ്പൊ കണികന് ഈ ധൃതരാഷ്ട്രരുടെ ഉള്ളിൽ എന്താണ് ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ തന്നെയാണ് അദ്ദേഹം ഉപദേശമായിട്ട് പറഞ്ഞു കൊടുത്തത്. അത് ശത്രുക്കളെ ഒരു കാരണവശാലും വെച്ചു ഉറപ്പിക്കരുത്, അവരെ ഉയരാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്, അവരെ ഒഴിവാക്കണം, വധിച്ചു കളയേണ്ടവരാണെങ്കിൽ വധിച്ചു കളയണം, വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റത്തെ അപകടമാണ്. ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് ധൃതരാഷ്ട്രരുടെ ഉള്ളിലേക്ക് കയറ്റിയത്. അപ്പൊ ഈ ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ധൃതരാഷ്ട്രർ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. എന്ന് വെച്ചാൽ ഉള്ളിൽ എവിടെയോ അറിയാതെ ഈ പാണ്ഡവരോടുള്ള ഒരു ഇഷ്ടം അറിയാതെ കിടക്കുന്നുണ്ട്. എന്നാലും വീണ്ടും പ്രശ്നമാണ്, തന്റെ മക്കളെ ഇവർ ഉയരാൻ അനുവദിക്കുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ദുര്യോധനൻ ഈ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പൊ ദുര്യോധനൻ കാണാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് ദുര്യോധനൻ എന്ത് പറഞ്ഞ സമയത്ത് ബാക്കിയുള്ള കഥകളൊക്കെ പെട്ടെന്ന് വൈശമ്പായനൻ പറഞ്ഞ് തീർക്കുകയാണ് കുറച്ച് വാചകങ്ങളിലൂടെ. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴ് ജനമേജയൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കേട്ടാൽ പോരാ, വളരെ വിശദമായിട്ട് കേൾക്കണം. ഇവർ നടത്തിയ ഈ ദുഷ്കർമ്മങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് വളരെ വിശദമായിട്ട് അറിയണം, അതങ്ങത് ദയവ് ചെയ്ത് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ വൈശമ്പായനൻ വീണ്ടും വളരെ വിശദീകരിച്ച് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഈ നാട്ടുകാരെല്ലാവരും, പ്രജകളെല്ലാവരും, പൗരന്മാരെല്ലാവരും ഈ പാണ്ഡവരെ വളരെ പുകഴ്ത്തി പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോഴേ ദുര്യോധനന് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ദുര്യോധനൻ നേരെ തന്റെ അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പാണ്ഡു ആണ് രാജ്യം വിപുലീകരിച്ചത്, അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ഈ പാണ്ഡവർക്ക് കൊടുത്തു, പാണ്ഡവർ വീണ്ടും രാജ്യം വിപുലീകരിച്ചു, ഇനിയും രാജ്യത്തിന്റെ അധികാരം പോകുന്നത് പാണ്ഡവരുടെ മക്കളിലേക്കാക്കും, ഞങ്ങളൊക്കെ ഇവിടെ രാജപുത്രന്മാരാന്ന് പറഞ്ഞിട്ട് അന്യന്റെ എച്ചില് കഴിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലാണ് വന്നിരിക്കുന്നത്. അങ്ങല്ലായിരുന്നോ മൂത്തപുത്രൻ, അങ്ങ് രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഇത് കേട്ടിട്ട് കണികന്റെ ഉപദേശവും അതോടൊപ്പം തന്നെ തന്റെ മക്കളോടുള്ള ചിന്തകളും ഒക്കെ കണ്ട് അകപ്പാടെ ഭയങ്കരമായിട്ടുള്ള ആ ആശയക്കുഴപ്പത്തിലിരുന്ന ഈ ധൃതരാഷ്ട്രരുടെ ആശയക്കുഴപ്പം കുറച്ചുകൂടെ വർദ്ധിച്ചെന്നാണ്. അപ്പൊ ഇതിനിടയില് ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ ഇവരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വലിയൊരു പദ്ധതി
തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പദ്ധതി പൂർണ്ണമായിട്ടും ധൃതരാഷ്ട്രരുടെ അടുത്ത് ഇവരെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ചെറിയൊരു ഭാഗം ത്തിന്റെ ഭാഗവാക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധൃതരാഷ്ട്രയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢതന്ത്രത്തിലാണ് അവർ നിന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, അവരെ എങ്ങനെയെങ്കിലും അച്ഛൻ ഇവിടുന്ന് പറഞ്ഞിട്ട് വാരണാവതത്തിലേക്ക് ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി. അവരെ കുറച്ചുനാൾ അവിടെ പോയി നിന്നോട്ടെ, നിന്ന് കഴിഞ്ഞിട്ട് അവർ വേണമെങ്കിൽ തിരിച്ചു വന്നോട്ടെ. അവര് അവിടെ പോയി നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ അധികാരമൊക്കെ ഇവിടെ നേടിയെടുത്തോളാം. അവര് അതിനുശേഷം ഹസ്തിനാപുരിയിലേക്ക് വരട്ടെ. അവരെ ഇവിടെ നിന്നും മാറ്റി നിർത്താൻ ഉള്ള ഒരു കാര്യം മാത്രം അങ്ങ് ചെയ്താൽ മതി. വാരണാവതത്തിലേക്ക് അവരെ വിടണം എന്ന് പറഞ്ഞു. അപ്പം പാണ്ഡു ഇത് കേട്ടിട്ട് കുറച്ചു നേരം ഈ ധൃതരാഷ്ട്രർ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു. അതിനുശേഷം പറഞ്ഞു, പാണ്ഡു വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവായിരുന്നു. അവൻ എൻ്റെ സ്വന്തം സഹോദരനായതുകൊണ്ട് തന്നെ എന്നോട് ആലോചിക്കാതെ ഒന്നും ചെയ്തിരുന്നില്ല. അവൻ ആഹാരം കഴിക്കുമ്പോൾ പോലും ഞാനുമായിട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഈ രാജ്യം അങ്ങയുടെ കൂടെയാണെന്നുള്ളത് കാര്യം ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാണ്ഡവരുടെ മക്കളും വളരെ ധർമ്മിഷ്ഠരാണ്. പാണ്ഡു ഉണ്ടാക്കിയ സാമ്രാജ്യമാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാണ്ഡുവിന്റെ മന്ത്രിമാരാണ് അവരോടൊപ്പം ഉള്ളത്. പിന്നെ പാണ്ഡു ഉണ്ടാക്കിയ സേനയാണ് അവരോടൊപ്പം ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള നമ്മളുടെ ആചാര്യന്മാരാരും ഇവരെ പുറത്തേക്ക് പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ അവരാരും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഞാന് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഭീഷ്മാചാര്യരോ അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെ ഒന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ഈ മന്ത്രിമാരെ കുറെ ആൾക്കാരെ എന്റെ പാട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്റെ പാട്ടിലേക്ക് ആക്കിയത് അവർക്ക് ആവശ്യമായിട്ടുള്ള ധനം കൊടുത്തു, അവർക്ക് വേണ്ട ഉദ്യോഗ കയറ്റമൊക്കെ കൊടുത്തു. അങ്ങനെ അവരെ എല്ലാവരെയും അവരോട് ബഹുമാനപൂർവ്വം കവട ബഹുമാനത്തോടു കൂടിയിട്ട് അവരെയൊക്കെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടും അവർ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുത്തിട്ടും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൊക്കെ വലിയൊരു ഭാഗത്തിനെ, മന്ത്രിമാരുടെയും ഒക്കെ വലിയൊരു ഭാഗത്തിനെ ഞാൻ എൻ്റെ ഭാഗത്തേക്ക് ഇപ്പൊ തന്നെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അച്ഛൻ ഒന്ന് വാരണാവതത്തിലേക്ക് ഒന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, രാജാവ് വീണ്ടും പറഞ്ഞു, ഈ ബാക്കിയുള്ള ആചാര്യന്മാരുണ്ടല്ലോ ഇവിടെ, അതായത് കൃപാചാര്യരുണ്ട്, ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, അങ്ങനെയുള്ള ആചാര്യന്മാരെല്ലാരും ഇവിടെ ഉണ്ട്. അവരൊന്നും ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ദുര്യോധനൻ അതിനുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, ഭീഷ്മർ എന്തായാലും മധ്യവർത്തിയായിട്ട് നിൽക്കുള്ളൂ, അദ്ദേഹം ആരുടെയും ചേരി നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിന്നെയുള്ളത് ദ്രോണരാണ്. ദ്രോണരുടെ മകൻ അശ്വത്ഥാത്മാവ് എന്റെ ആത്മസുഹൃത്താണ്, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. ദ്രോണാചാര്യരും അശ്വത്ഥാത്മാവ് പറയുന്നതേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ദ്രോണരുടെ കാര്യം അങ്ങ് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൃപൻ എന്ന് പറയുന്നത് ദ്രോണരുടെ അളിയനാണ്. അപ്പം തന്റെ സഹോദരിയും അതോടൊപ്പം തന്നെ അവന്റെ ഭർത്താവായിട്ടുള്ള ദ്രോണരും പുത്രനായിട്ടുള്ള അശ്വത്ഥാത്മാവും പറയുന്നത് കൃപര് കേൾക്കുള്ളൂ. പിന്നുള്ളത് വിതുരരാണ്. വിതുരര് ധനത്തിന്റെ കാര്യത്തില് നമ്മളോട് കുറച്ച് ആശ്രയപ്പെട്ടിരിക്കുകയാണ്, ധനസംബന്ധമായിട്ടുള്ള കാര്യത്തില്. പക്ഷെ വിതുരര് ഗൂഢമായിട്ട് പാണ്ഡവരെ സഹായിക്കും. പക്ഷേ ബാക്കിയുള്ളവരൊന്നും സഹായമില്ലാതെ വിതുരർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള സംഗതികളെല്ലാം ഞാൻ അനുകൂലമായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയും അവരെ വാരണാവതത്തിലേക്ക് ഒന്ന് പറഞ്ഞു വിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മതി. അവർ പോയി കുറച്ചുനാൾ അവിടെ നിൽക്കട്ടെ. നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ രാജ്യം ഭരിച്ചിട്ട് എല്ലാവരെയും എന്റെ പാട്ടിലേക്ക് ആക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവര് വലിയ വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ ഈ 4 ദുഷ്ടാത്മാക്കൾ ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപമൊന്നും ഈ വൃദ്ധനായിട്ടുള്ള അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ധൃതരാഷ്ട്രർ ഇവരെ വാരണാവതത്തിലേക്ക് എങ്ങനെയെങ്കിലും മാറ്റിവിടണം എന്നുള്ള ചിന്തയായിട്ട് തന്റെ മന്ത്രി പ്രമുഖന്മാരെയൊക്കെ ആയിട്ട് അടുത്ത് ചെന്നിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു, ഈ വാരണാവതത്തെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ഈ പാണ്ഡവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഈ മന്ത്രിമാരൊക്കെ ചെന്നിട്ട് ഇവരുടെ അടുത്ത് കുശലം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, വാരണാവതം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. അവിടെ വലിയൊരു ശിവക്ഷേത്രത്തില് വലിയ ഉത്സവം ഇപ്പം നടക്കാൻ പോവുകയാണ്. രത്നങ്ങളൊക്കെ നിറഞ്ഞ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എങ്ങനെയെങ്കിലും അവിടെ സന്ദർശിക്കണം എന്നിങ്ങനെ പല പ്രാവശ്യം പലരെ കൊണ്ടും ഇങ്ങനെ പറയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴ് ഈ പാണ്ഡവരുടെ ഉള്ളിലും ഒന്ന് പോയാൽ കൊള്ളാം എന്നുള്ളൊരു കൗതുകം എവിടെയോ വന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ കൗതുകം വന്നു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴ് ധൃതരാഷ്ട്രർ തന്നെ നേരിട്ട് ഈ പാണ്ഡവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വാരണാവതം
ഇവരൊക്കെ പറയുന്നുണ്ട് വാരണാവതം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് നിന്റെ മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കൂ, അവിടെ പോയി താമസിക്കൂ, അവിടുത്തെ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കൂ. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് പതിയെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ മതി. കുന്തിയുമായിട്ട് നിങ്ങൾ അങ്ങോട്ടൊന്ന് പോകൂ, കുറച്ചുനാൾ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ പാണ്ഡവർക്ക് മനസ്സിലായി, യുധിഷ്ഠിരന് മനസ്സിലായി ഇതിന്റെ അകത്ത് എന്തോ ഒരു ചതിയുണ്ട്. വിതുരർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ചതികള് പല രീതിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ വളരെ സൂക്ഷിച്ചു തന്നെ കഴിയണം എന്നുള്ള കാര്യമൊക്കെ വിതുരർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്റെ പിതൃതുല്യനായിട്ടുള്ള ധൃതരാഷ്ട്രർ തന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ധർമ്മപുത്രര് നിസ്സഹായനായി. അങ്ങനെ അദ്ദേഹം തന്റെ ആചാര്യന്മാരെ എല്ലാവരുടെയും അടുത്ത് ചെന്നിട്ട് കൃപാചാര്യരും ബാൽഹീകനും അങ്ങനെയുള്ള അവരുടെ എല്ലാ ആചാര്യന്മാരും വിതുരരും അവരെല്ലാരും ഇരിക്കുന്ന സദസ്സിൽ മന്ത്രിമാരും ഗാന്ധാരിയും എല്ലാരും ഉള്ള സദസ്സിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ഇങ്ങനെ ധൃതരാഷ്ട്രരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വാരണാവതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്കൊരു ആപത്തും ഉണ്ടാകാതെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇരിക്കുന്നവരൊക്കെ, അവിടെ ഇരിക്കുന്ന മുതിർന്ന ആൾക്കാരൊക്കെ ഇവരെ നിങ്ങളുടെ യാത്രയൊക്കെ മംഗളമായിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു എന്നാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ് തന്റെ ഗൂഢോദ്ദേശങ്ങളൊക്കെ നടപ്പിലാകാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ദുര്യോധനന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടായി. അപ്പൊ ദുര്യോധനൻ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് തയ്യാറായി. വേഗമേറിയ രഥങ്ങളും ഒക്കെ തയ്യാറാക്കി കൊടുത്തു, എങ്ങനെയെങ്കിലും ഇവരെ അവിടെ എത്തിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ്. അങ്ങനെ ഇവര് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിന്നു. ആ സമയത്ത് ദുര്യോധനൻ ഗൂഢമായിട്ട് അവന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു, പുരോചനൻ എന്നായിരുന്നു പേര്. ഈ പുരോചനെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ എത്രയും വേഗം ഈ വാരണാവതത്തിലേക്ക് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാല് നീ ചെയ്യേണ്ട ഒരു കാര്യം, ആരും അറിയാതെ ഗൂഢമായിട്ട് നീ അവിടെ മനോഹരമായിട്ടുള്ള ഒരു നാലുകെട്ട് പണിയണം. അപ്പൊ ആ പണിയുമ്പോൾ വളരെ ഉറപ്പുള്ളതായിട്ട് തോന്നണം ഇത് കണ്ടു കഴിഞ്ഞാല്. പക്ഷെ നീ അത് പണിയുന്നത് ചണവും പഞ്ഞിയും അതോടൊപ്പം തന്നെ അരക്കും ഉപയോഗിച്ചിട്ടായിരിക്കും. ആ മണ്ണിൻ്റെ അകത്ത് ധാരാളം എണ്ണയും നെയ്യും ഒക്കെ ചേർത്തിട്ട് അരക്കുമൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം ഇത് പണിയുന്നത്. പക്ഷേ ഇത് പരിശോധിക്കുന്ന ആർക്കും ഇത് യഥാർത്ഥത്തിലുള്ള കെട്ടിടമല്ല എന്നുള്ള തോന്നല് ഒരു കാരണവശാലും ഉണ്ടാവരുത്. കാരണം പാണ്ഡവർ വളരെ ബുദ്ധിയുള്ളവരാണ്, അവരത് പരിശോധിക്കും. അത് കാരണം ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. ഈ സമയമെടുത്ത് ധാരാളം പണം ചെലവഴിച്ചിട്ട് അങ്ങനെയൊരു വീട് അവിടെ പണിയണം. അതിനുശേഷം നീ ഇവരവിടെ എത്തിക്കഴിയുമ്പോൾ ഇവരെ സ്നേഹപൂർവ്വം ഭക്ഷണമൊക്കെ കൊടുത്ത് പാട്ടിലാക്കിയിട്ട് നീ അവരെ ആ വീട്ടിൽ താമസിപ്പിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ആ വീട് വിട്ടുകൊടുക്കണം. എന്നിട്ട് അവരുടെ വിശ്വാസം, ആ വീടിനോടുള്ള ഒരു വിശ്വാസം നീ നേടിയെടുക്കണം. എന്നിട്ട് അവര് വിശ്വാസപൂർവ്വം അവിടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ 4 ഭാഗത്തു നിന്നും തീ കൊടുക്കണം. അവിടെ ഉള്ള മെത്തകളും അതോടൊപ്പം തന്നെ അവിടെ വെച്ചിട്ടുള്ള കിടക്കാനുള്ള കട്ടിലുകളും ഇരിക്കാനുള്ള കസേരകളും ഒക്കെ അരക്കൂടെ ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുന്നത് കൊണ്ടായിരിക്കണം ആ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെയൊരു ഇത് വളരെ ഗൂഢമായിട്ട് ഉണ്ടാക്കണം. ജനങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് യാതൊരു ധാരണയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നമുക്കെതിരെ തിരിയും. അതുകൊണ്ട് നീ ഇത് വളരെ ഗൂഢമായിട്ട് ചെയ്യണം. എന്റെ രാജ്യം, ഞാനിനെയും ഇവര് പോയി കഴിഞ്ഞാല് ഈ ഭൂമി മുഴുവൻ എന്റെ ആകാൻ പോയിട്ട് പോവാണ്, അതിന്റെ ഒരു പങ്കാളി നീയും കൂടെയാണ് പറഞ്ഞുകൊണ്ട് ഈ പുരോചനെ പ്രലോഭിപ്പിക്കുകയാണ്. ധനം ഇഷ്ടം പോലെ നിനക്ക് കിട്ടും, അതുകൊണ്ട് നീ അതൊന്നും പേടിക്കണ്ട. നീ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ചെന്നിട്ട് ഇതിന്റെ പണികള് ആരംഭിക്കണം, എന്നിട്ട് അവരുടെ സ്നേഹം പിടിച്ചു പറ്റണം എന്നും പറഞ്ഞുകൊണ്ട് ഈ പുരോചനെ ഈ പറഞ്ഞുവിടും. പുരോചനെ ആ നല്ല കുതിരകളെ കെട്ടിയ തേരിൽ വേഗത്തിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞുവിടും. അപ്പം ഇവര് പാണ്ഡവർ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് തന്റെ ഗുരുജനങ്ങളുടെ എല്ലാം അടുത്ത് ചെന്നിട്ട് എല്ലാവരുടെയും കാല് പിടിച്ചു. കൃപാചാര്യരുടെയും ദ്രോണരുടെയും ഭീഷ്മരുടെയും ബാൽഹീകന്റെയും അങ്ങനെ എല്ലാവരുടെയും കാല് പിടിച്ചിട്ട് അവരോടൊക്കെ അനുവാദവും ആശീർവാദവും ഒക്കെ ചോദിച്ചതിന് ശേഷം വിതുരരുടെ അടുത്താണ് അവസാനം പോയത്. വിതുരർ ആ സമയത്ത് ഇവരെ ഒരു മന്ദിരത്തിലേക്ക് ഗൂഢമായിട്ട് വിളിച്ചുകൊണ്ട് പോയി. ഇനിയും എന്താണ് സംഭവിച്ചെന്നുള്ളത്
നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വിശദമായിട്ട് കേൾക്കാം. അപ്പൊ ഇത്രയും നേരം കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.